ഒരു വർഷമാകുന്നു നടനും മിമിക്രി താരവും ഗായകനുമെല്ലാമായിരുന്ന കലാഭവൻ നവാസ് വിടവാങ്ങിയിട്ട്. ഷൂട്ടിങ്ങിനായി പോയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലിയ ഞെട്ടലോടെയാണ് കലാലോകവും പ്രേക്ഷകരും നവാസിൻ്റെ മരണവാർത്ത കേട്ടത്. ആദ്യം പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിച്ച് വരികയായിരുന്നു നവാസ്. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇപ്പോഴിതാ പ്രിയ സഹോദരൻ്റെ വേർപാട് സംഭവിച്ച് ഒരു വർഷമാകുമ്പോൾ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടൻ നിയാസ് ബക്കർ. നവാസ് പോയതോടെ തനിക്ക് തൻ്റെ വലംകൈ തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന് നിയാസ് കുറിച്ചു. ഞങ്ങളുടെ നവാസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു അനുജനെ മാത്രമല്ല, എന്നേക്കാൾ 2 വയസ്സിന് മാത്രം വ്യത്യാസമുള്ള അവൻ എനിക്കൊരു കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു. അല്പം കൂടി മുതിർന്നപ്പോൾ തൊഴിൽ രംഗത്തും ഒരു സഹപ്രവർത്തകനായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ ബലം നവാസും നിസാമുമായിരുന്നു. എൻ്റെ വലം കൈയാണ് പോയത്. മരണം സർവേശ്വരൻ്റെ സുനിശ്ചിതമായ തീരുമാനമാണല്ലോ. അതുമായി പൊരുത്തപ്പെടലല്ലാതെ നിസാരരായ നമുക്ക് മറ്റു വഴികളില്ല. ഉമ്മച്ചിയുടെ ശരീരത്തിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തിയതിൻ്റെ അടയാളങ്ങൾ എൻ്റെയും നവാസിൻ്റെയും നിസാമിൻ്റെയും അടിവയറിനു മുകളിൽ ഒരു പൊക്കിൽ കുഴിയായി സർവശക്തൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്ത അടയാളങ്ങൾ. മണ്ണോട് ചേരും വരെയും ആ അടയാളത്തിൻ്റെ അടിവേരുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കും. അത് തിരിച്ചറിയിക്കാൻ കൂടെ പിറന്നവർക്ക് പ്രകടനപരമായി ഒന്നും ചെയ്യേണ്ടതില്ല, ചെയ്യുകയുമില്ല. തിരഞ്ഞു വരുന്നവർക്ക് ബന്ധത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ അതിലും വലിയ അടയാളങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തിരിച്ചറിവ് മാത്രം മതി. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്കും കൂടപ്പിറപ്പുകൾക്കും നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കും നഷ്ടപ്പെട്ടവർ നമുക്കൊപ്പമുണ്ടെന്ന ബോധ്യപ്പെടുത്തലിൻ്റെ ഈ ആശ്വാസക്കുറിപ്പല്ലാതെ മറ്റൊന്നും എനിക്ക് ഇന്ന് നൽകാനില്ല. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ അവൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് നമ്മുടെ നവാസ് മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അവനെ പ്രത്യേകം ഓർക്കുമല്ലോ.